പി വിവാദത്തിൽ ഇന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തേക്കും അല്ലേ വിനോദ്? ആത്മകഥാ വിവാദത്തിനിടെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. വിവാദത്തിൽ വിശദീകരണം നൽകാൻ EP ജയരാജനും യോഗത്തിനെത്തും. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും EP യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. ഒരിടവേളയ്ക്ക് ശേഷം EP പങ്കെടുക്കുന്ന ആദ്യ സെക്രട്ടേറിയറ്റ് യോഗം എന്നതുമാണ് പ്രത്യേകത. യോഗത്തിൽ പങ്കെടുക്കാൻ EP തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനും TP രാമകൃഷ്ണനും അടക്കം പറഞ്ഞത് EP-യുടെ വാക്കുകൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിശദീകരണം നൽകിയല്ലോ, ഇനി എന്തിനാണ് അതിലൊരു ചോദ്യം ചെയ്യൽ എന്നെല്ലാം ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേതൃത്വം കടുത്ത അതൃപ്തി തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ്. കാരണം ഈ ഒരു അവസരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത്തരം ഒരു വിവാദം സൃഷ്ടിക്കാൻ എന്തിന് അത്തരം ഒരു വിവാദം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഇത് ചോർന്നതിൽ EP-യുടെ പങ്ക് എന്ത് തുടങ്ങി നിരവധി കാര്യങ്ങൾ നേതൃത്വത്തിന് അറിയേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. ദേവിക, ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് EP ജയരാജൻ ഇന്ന് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത്. രാവിലെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. 6:30യോടുകൂടി തിരുവനന്തപുരത്ത് എത്തി. ഈ ഒരു ആത്മകഥയുമായി ബന്ധപ്പെട്ട ഉള്ളൊരു വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് EP ജയരാജനോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ കാണേണ്ടപ്പോൾ കാണാം എന്നുള്ളൊരു ഒഴുക്കൻ മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഒരു വിശദീകരണം തേടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ DC ബുക്സുമായിട്ടൊക്കെ താൻ യാതൊരു തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല എന്ന് EP ജയരാജൻ പറയുമ്പോഴും അത്തരത്തിലുള്ള ചില നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ അത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതൊരു ആത്മകഥയ്ക്കപ്പുറം ഇതൊരു തിരക്കഥയാണോ എന്നുള്ള ഒരു സംശയമൊക്കെ തന്നെയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തിരക്കഥയാണോ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ ഈ ഒരു ബോംബ് പൊട്ടിയ ഒരു സാഹചര്യം, ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബോംബ് പൊട്ടിയ ഒരു സാഹചര്യം, അത് CPM-നെ വലിയ രീതിയിൽ ഉലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് താനല്ല DC ബുക്സിന് നൽകിയത് എന്നുള്ളത് EP ജയരാജൻ പറയുമ്പോഴും ഇതിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് സ്കൂൾ കാലഘട്ടം മുതലുള്ള കാര്യങ്ങളുണ്ട്, അതിലെ ഫോട്ടോസുകളുണ്ട്, ജയിലിൽ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ടുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം വ്യക്തമായി കാര്യങ്ങൾ പറയണമെങ്കിൽ അത് അയാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അയാൾ നൽകിയാൽ മാത്രമേ പറ്റുള്ളൂ. മറ്റൊരാൾക്ക് ഇത് നൽകാൻ കഴിയില്ല. അപ്പോൾ ഇത് EP-യുടെ ആ ഒരു സംശയമാണ് നേതൃത്വത്തിന് നിലനിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഇത് എങ്ങനെയാണ് കൈമാറ്റപ്പെട്ടത് എന്നുള്ളൊരു സംശയമൊക്കെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് അതിലൊരു വിശദീകരണം തേടും. ഏതായാലും കൂടുതൽ നടപടിയിലേക്കൊന്നും കടക്കാൻ സാധ്യതയില്ല. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ബഹളത്തിനൊക്കെ ശേഷം ഇതിലേക്കൊരു കൃത്യമായ ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടന്ന് നടപടിയിലേക്കൊക്കെ പോകാം എന്നുള്ളതായിരിക്കും നേതൃത്വം ആ രീതിയിലായിരിക്കും ആലോചിക്കുക. ഏതായാലും EP ജയരാജൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. CPM-ന്റെ യോഗം ഇന്ന് ആരംഭിക്കും. ഈ വിവാദങ്ങൾക്ക് ഈ യോഗത്തിനൊക്കെ ശേഷം EP ജയരാജൻ പ്രതികരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒന്നും മിണ്ടാതെയാണ് അദ്ദേഹം മടങ്ങിയത്. കൂടുതലൊന്നും പ്രതികരിക്കാതെയാണ് മടങ്ങിയത്. ദേവിക, രശ്മി, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണം ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞത് ആ ഒരു ഭാഗം താൻ വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല എന്നെല്ലാമാണ്. പക്ഷേ നമുക്കറിയാം 2 ദിവസമായി ഈ വിവാദം എന്നിട്ട് ഇതുവരെ EP ജയരാജൻ ആ ഭാഗം വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കാൻ നേതൃത്വം തയ്യാറാകുമോ? അതെ, അത് തന്നെയാണ്. താൻ ആ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിയില്ല എന്ന് തന്നെ പറയുന്നു. ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്കൂൾ കാലഘട്ടം മുതലുള്ള കാര്യങ്ങൾ, അതിലെ ചിത്രങ്ങൾ, മറ്റു വിവരങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി പറയണം. അല്ലെങ്കിൽ അത് DC ബുക്സിന്റെ പക്കൽ ഉണ്ടെങ്കിൽ അത് അയാൾ നൽകാതെ മറ്റൊരാൾക്ക് അത് നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് ആ ഒരു സംശയം നിലനിൽക്കുന്നത്. DC ബുക്സുമായി യാതൊരു തരത്തിലുള്ള കൂടിക്കാഴ്ചകളും നടന്നിട്ടില്ല എന്ന് EP പറയുമ്പോഴും ചില സൂചനകൾ ഒക്കെ ലഭിക്കുന്നത് ചില നേതാക്കളോടൊക്കെ ഇത്തരത്തിൽ ഈ DC ബുക്സുമായി സംസാരിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ EP പറഞ്ഞിരുന്നു എന്നുള്ള ആ ഒരു സൂചനകളൊക്കെ ലഭിക്കുന്നു. ഏതായാലും ഇതൊരു തിരക്കഥയുടെ ഭാഗമാണ് എന്നുള്ളത്, അത് ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബോംബ് പൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൃത്യമായി തിരക്കഥയുടെ ഭാഗമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും CPM ഇതിൽ ഉലഞ്ഞിരിക്കുകയാണ്. ആ ഒരു ദിവസം തന്നെ ഈ ഒരു വിവാദം ചർച്ചയായതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന്റെ നടപടിയിലേക്ക് കടക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ബഹളത്തിനൊക്കെ ശേഷം
അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കൊക്കെ കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ നേതൃത്വം കടക്കുമെന്നുള്ളതാണ്. പരസ്യമായി തന്നെ ഇപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ സംസാരിക്കുന്ന സമയത്തും അതിനുള്ളിൽ ചില തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇപിയുടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇപി തന്നെ നൽകിയതാണ് എന്നുള്ള ഒരു വിവരം, ഒരു ഉറപ്പ് CPM-നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളത് അതിലാണ് പാർട്ടിക്ക് ഒരു വ്യക്തത ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും നേരത്തെയും, അതായത് നമുക്കറിയാം ഈ പാർട്ടിയുമായി തന്നെ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. EP ജയരാജൻ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും സമാനമായ ഒരു രീതിയിൽ ഒരു ബോംബ് പൊട്ടുന്ന ഒരു സാഹചര്യം, പിന്നീട് LDF കൺവീനർ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം, ഈ നേതൃത്വം പാർട്ടി യോഗങ്ങളിലൊന്നും തന്നെ EP ജയരാജൻ തുടർച്ചയായി പങ്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, ആരോഗ്യ കാരണങ്ങളൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നു. ഏതായാലും LDF കൺവീനർ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റപ്പെട്ടതിന് ശേഷം ഇന്ന് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി EP ജയരാജൻ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ഇന്ന് തേടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. രശ്മി കാർത്തിക, അതേപോലെ തന്നെ ഈ വിവാദം പുറത്തു വന്ന ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും അതേപോലെ തന്നെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഈ വിവാദം വന്നത് പാർട്ടിയെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് വലിയ ക്ഷീണമായി എന്നുള്ളതാണ് വലിയ വിലയിരുത്തൽ. EP ജയരാജൻ അത് നിഷേധിക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ പറഞ്ഞത് ഞാൻ ആ പുസ്തകം എഴുതി പൂർത്തീകരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ്. അപ്പോൾ പുസ്തകം എഴുതുന്നുണ്ട്, അത് DC ആണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും പുസ്തകം പരിപ്പോടയും ചായയും ഒരുങ്ങുന്നുണ്ട്, അത് ഉറപ്പിക്കാം അല്ലേ രശ്മി കാർത്തിക? പരിപ്പുവടയും ചായയും ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. പക്ഷേ ഈ ഒരു പുസ്തകം, ഇതിലെ ഈ ഭാഗങ്ങൾ, അതിനെക്കുറിച്ച് താൻ അത് DC ബുക്സുമായി യാതൊരു തരത്തിലും സംസാരിച്ചിട്ടില്ല, മാതൃഭൂമി ബുക്സുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഇപിയുടെ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായൊരു തിരക്കഥയുടെ ഭാഗമാണ് എന്നുള്ളത് വ്യക്തമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. DC ബുക്സ് പോലെ ഒരു വിശ്വസനീയമായ ഒരു സൈറ്റിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ ഒരു വിവരങ്ങൾ വന്നിരിക്കുന്നത്. അതും ഒരാളുടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ ജീവിതം, അതും അയാളുടെ സ്കൂൾ കാലം മുതലുള്ള കാര്യങ്ങൾ, സ്കൂളിലെ ഫോട്ടോസ്, അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള ചില സംഭവങ്ങൾ, ജയിലിൽ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ ഒരാൾക്ക്, അതായത് നമ്മുടെ ജീവിതകഥ നമുക്ക് പറയുന്നതിനേക്കാളും മറ്റൊരാൾക്കത് ഇത്ര കൃത്യമായി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ EP ജയരാജൻ കൈമാറിയതാണ് എന്നുള്ളൊരു കാര്യത്തിൽ അത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നില്ല. പാർട്ടിയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പുറമെ EP പിന്തുണച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ അത് കൃത്യമായി വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു കാര്യത്തിലാണ് പാർട്ടിക്ക് യാതൊരു ഉറപ്പും ഇല്ലാതിരിക്കുന്നത്. ഏതായാലും ഇതൊരു തിരക്കഥയുടെ ഭാഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. EP ഈ പാർട്ടി നേതൃത്വവുമായിട്ടൊക്കെ പലതരത്തിലുള്ള സ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അത് കൃത്യമായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വയനാട്ടിലെ വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ് രശ്മി സൂചിപ്പിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം EP ജയരാജൻ പറഞ്ഞത് എന്താണ്? DC ബുക്സിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് DC-ക്ക് ഇനി ഇത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന്. തന്റെ ആത്മകഥ തെറ്റായി പ്രസിദ്ധീകരിച്ച ഒരു സ്ഥാപനത്തിന് വീണ്ടും കൊടുക്കുമോ ഇല്ലയോ എന്നൊരു സംശയം, അത് തന്നെ കൂടുതൽ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതെ, RK വൈകുണ്ഠം പറയുന്നു DC-ക്കെതിരെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നു. അജിത് ഭാസ്കർ പറയുന്നു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ EP ഇറക്കിവിടുന്ന ഓരോരോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നു അല്ലേ. എന്തായാലും പാർട്ടി ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമെന്നാണ് രശ്മി കാർത്തിക റിപ്പോർട്ട് ചെയ്യുന്നത്.